കശുമാവ് കൃഷിയിലെ നൂതന രീതികൾ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിനായി കാസർഗോഡ് പ്രദർശന തോട്ടങ്ങൾ ഒരുക്കി പ്ലാന്റേഷൻ കോർപ്പറേഷൻ. കാസർഗോഡ് എസ്റ്റേറ്റ് ഓഫീസിനോട് ചേർന്ന് 2 സ്ഥലങ്ങളിലായാണ് തോട്ടമൊരുക്കിയത്. 3 വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന തൈകളാണ് പ്രദർശിപ്പിക്കുന്നത്. പ്രദർശന തോട്ടങ്ങൾക്കൊപ്പം വിൽപ്പനയും തകൃതിയാണ്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യൂ ആൻഡ് കൊക്കോ ഡെവലപ്മെന്റിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് തോട്ടങ്ങൾ നിർമ്മിച്ചത്. 1.5 ലക്ഷം രൂപ വീതമാണ് ഓരോന്നിനും ചെലവഴിച്ചത്. 3 വർഷത്തിനുള്ളിൽ വിളവ് ലഭിക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള തൈകളാണ് തോട്ടങ്ങളിലുള്ളത്. DCCDയുടെ ഫണ്ടോടുകൂടി നടത്തുന്ന ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടിലാണ് നമ്മളുള്ളത്. കശുമാവ് കൃഷിയുടെ ഏറ്റവും നൂതനമായ കൃഷിരീതികൾ സാധാരണ കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. കശുമാവ് കൃഷിക്ക് ജലസേചനം ചെയ്താൽ വിളവ് ലഭിക്കുമോ എന്ന പരീക്ഷണത്തിന്റെ ഭാഗമായാണ് തുള്ളിനന നൽകിയും നൽകാതെയുമുള്ള പുതിയ തോട്ട നിർമ്മാണം. 7 മീറ്റർ അകലത്തിലാണ് സാധാരണ രീതിയിൽ കശുമാവ് നടുന്നത്. ഈ അകലത്തിൽ നടുമ്പോൾ 1 ഹെക്ടർ സ്ഥലത്ത് 200 തൈകൾ നടാം. ഇതോടൊപ്പം തൈകൾ തമ്മിലുള്ള അകലം കുറച്ച് 5 മീറ്റർ അകലത്തുള്ള മറ്റൊരു തോട്ടം സ്ഥാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ നടുമ്പോൾ 1 ഹെക്ടറിൽ 400 തൈകൾ നടാൻ സാധിക്കും. ഈ 2 തോട്ടങ്ങളിലും തുള്ളിനന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവയിൽ ഏതിനാണ് വിളവ് കൂടുതൽ ലഭിക്കുമെന്നത് കൂടി മനസ്സിലാക്കുകയാണ് ലക്ഷ്യം. ഇവയ്ക്കൊപ്പം 7 മീറ്റർ അകലത്തിൽ ജലസേചന സൗകര്യമില്ലാത്ത മറ്റൊരു തോട്ടവുമുണ്ട്. PCKയിലെ മുതലപ്പാറയിലെ നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ച ധന, ധരഷി, സുലഭ, മാടക്കത്തറ 1-2, പ്രിയങ്ക എന്നീ അത്യുൽപാദന ശേഷിയുള്ള തൈകളാണ് പ്രദർശന തോട്ടങ്ങളിൽ നട്ടിരിക്കുന്നത്. തുള്ളിനനയുള്ള തോട്ടങ്ങളിൽ 3 വർഷം കൊണ്ടും ഇല്ലാത്തതിൽ 5 വർഷം കൊണ്ടും വിളവ് ലഭിക്കുമെന്നാണ് PCKയുടെ വിലയിരുത്തൽ. നമ്മൾ ഇതിൽ വെച്ച് പിടിപ്പിക്കേണ്ട തണ്ട് മുറിച്ചെടുത്ത് വിത്ത് പാവി മുളപ്പിച്ച റൂട്ട് സ്റ്റോക്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച തൈകൾ 3 വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങും. 5 വർഷം മുതൽ നമുക്ക് സ്റ്റേബിളായിട്ടുള്ള ഇൻകം കിട്ടാൻ തുടങ്ങും. തോട്ടങ്ങളും അവയിലെ ഉൽപ്പാദനവും നേരിട്ട് കണ്ട് കർഷകർക്ക് കൃഷിരീതി തിരഞ്ഞെടുക്കാൻ പ്രദർശന തോട്ടങ്ങൾ ഗുണം ചെയ്യും. ഇതിനോടകം 1.25 ലക്ഷത്തിലേറെ തൈകൾ കർഷകർക്ക് നൽകിക്കഴിഞ്ഞു. ന്യൂസ് മലയാളം, കാസർഗോഡ്.